ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ യാത്രാ വിശേഷങ്ങളൊക്കെ കേട്ടാലോ. ഞാൻ ഇന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. കോതമംഗലം ആയിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടും പെരുന്നാൾ കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ഞാൻ വന്നതാട്ടോ. ഇത് ഉമ്മച്ചിയുടെ ഉമ്മ കേട്ടോ. ഞങ്ങൾ ചാച്ചു നട്ട് വിളിക്കുക. ചാച്ചു പെരുന്നാളിനെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും ഓടിയെത്താൻ ഇവരിങ്ങനെ കാത്തിരിക്കുകയല്ലേ. നമ്മുടെ മുറ്റത്ത് എത്തുമ്പോഴേക്കും മക്കളാണോ കൊച്ചുമക്കളാണോ എന്ന് ഓർത്ത് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയല്ലേ. അപ്പോൾ പെരുന്നാളിന് കസിനും ഉണ്ട്. കസിൻ്റെ കുട്ടിയായിട്ട് ഇത് ഹയാ സാറ എന്നാട്ടോ പേര്. ഒരു പരിചയമില്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട്. കാരണം വല്ലപ്പോഴൊക്കെ നമ്മളെ കാണുന്നുള്ളൂ. അതുകൊണ്ടാവും കുറച്ച് കഴിയുമ്പോൾ പരിചയമാവും. ഇവിടെ ഉമ്മച്ചിയുടെ ബ്രദറും ഫാമിലിയും 2 കുട്ടികളും. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഉമ്മയാട്ടോ ഉള്ളത്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു. കുട്ടികൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരുപാട് നേരം ഇവിടെ നിർത്തിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോന്നു. അങ്ങനെ ഞങ്ങൾ ഉമ്മച്ചിയുടെ സിസ്റ്ററുടെ വീട്ടിൽ വന്നു കേട്ടോ. ഇത് എളിയമ്മയുടെ വീടാണ്. ഞങ്ങൾ നെന്നീന്ന് വിളിക്കാൻ വന്നു. ഈ വീടുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അടുത്തടുത്ത് തന്നെയാണ് വീടുള്ളത്. ഇവിടെ എളിയമായും എളാപ്പായും മോളെ കല്യാണം കഴിച്ചു. അവരുടെ വെഡ്ഡിങ് വ്ലോഗും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എളാപ്പ സത്തോറാമച്ചി എന്നിട്ട് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ മാമച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ടൂറിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ വെക്കേഷന് പോയ വ്ളോഗിലൊക്കെ ഒരുപാട് തവണ കാണിച്ചും വിശേഷം പറഞ്ഞിട്ടുള്ളവരും പരിചയപ്പെട്ടവരൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ നിന്നു. പിന്നെ ചാമ്പങ്ങയൊക്കെ പറിച്ചു കേട്ടോ. ഇതാട്ടോ എളിയമ്മയുടെ മോള് ആമിന്ന് വിളിക്കും. ആമിയുടെ വെഡ്ഡിങ് വ്ളോഗൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ടും പെരുന്നാളായതുകൊണ്ട് ഇവരൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ഇത്രയും സമയമില്ലാഞ്ഞിട്ട് വന്നത്. അങ്ങനെ കുറച്ച് നേരം പറമ്പിലൊക്കെ നടന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാങ്ങയും ചക്കയും ഒക്കെ പഴുക്കുമ്പോൾ കൃത്യസമയമായിട്ട് നമ്മളെത്തും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് നമ്മുടെ കൈകളിൽ ഇവരെത്തിക്കും കേട്ടോ. അത് ആണ്. ഒരു ചെറിയ കുടുംബം അംഗങ്ങൾ കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. കുട്ടികൾക്കേറെ പ്രാധാന്യം കൊടുക്കുന്നവരായതുകൊണ്ടാണോ എന്നും അറിയില്ല. നമ്മളെത്ര വലുതായാലും ഇവിടെ നമുക്ക് ഒരു പ്രത്യേക പരിഗണനയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹം കഴിച്ച് വന്നവർക്കായാലും ഇവിടെ വരാനുള്ള കാര്യമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. കാരണം അവർക്കായാലും ഇവിടെ ഒരു സ്പേസും നല്ലൊരു ബന്ധവും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വരാനായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറമ്പിലൊക്കെ നടക്കുന്ന സമയത്ത് ഒരു നല്ല പഴുത്ത ചെറിയൊരു ചക്ക കണ്ടു. അങ്ങനെ ചക്ക അവിടെ നിന്ന് തന്നെ പൊളിച്ച് കഴിച്ചു. ഞങ്ങൾക്ക് നെന്നി മാങ്ങ കിട്ടുന്നു കേട്ടോ. മാങ്ങ മൂത്ത് തുടങ്ങി വാന്ന് പറ കുറേ ദിവസമായിട്ട് വിളിക്കണം. നമ്മളൊക്കെ അങ്ങനെ വിളിക്കാനും നമുക്ക് കാത്തിരിക്കാനും എനിക്ക് വളരെ കുറച്ച് ബന്ധങ്ങളും വളരെ കുറച്ച് ആളുകളും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവർ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെ എത്ര തിരക്കാണെങ്കിലും മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഓടിയെത്താനായിട്ടുള്ള ഒരാഗ്രഹമുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി കാത്തിരിക്കുകയും നമ്മളെ വിളിക്കുകയും ചെയ്യുന്നവരെന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പറമ്പിക്കൂടെയൊക്കെ നടന്നു. മുമ്പും ഇപ്പോഴും ഒരു ഗ്രാമാന്തരീക്ഷം ആയതുകൊണ്ടാവാം കുട്ടിക്കാലത്ത് ഏറെ ആഗ്രഹിച്ചിട്ട് ഇവിടെ വരാനൊക്കെ ആയിട്ട്. വെക്കേഷൻ ആകുമ്പോൾ എക്സാം തീരുന്ന സമയത്ത് ഇവിടെ നിന്ന് ആരെങ്കിലും നമ്മളെ വിളിക്കാനായിട്ട് വരും. പിന്നെ വെക്കേഷനൊക്കെ ഇവിടെ തന്നെയായിരിക്കും. അന്ന് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു കേട്ടോ, കസിനൊക്കെ ആയിട്ട്. അപ്പം അടിപൊളിയായിരുന്നു. ഒന്നിച്ച് കളിക്കാനുള്ളതും കളിക്കുകയും ചാടി മറിഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ അങ്ങനെയുള്ള കൂടുതലുകളും ഒക്കെ വളരെ കുറവാണ് കേട്ടോ. കാരണം ബന്ധങ്ങളുടെ ഇടയിൽ വലിയൊരു ശത്രു ഉണ്ടല്ലോ, തിരക്ക്. അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒത്തുകൂടലൊക്കെ വളരെ കുറവാണ്. എന്നാലും ഇങ്ങനെയുള്ള ചെറിയ സന്ദർഭങ്ങളൊക്കെ നമ്മൾ മുതലാക്കി ആഘോഷിക്കാറുണ്ട്. ഇതാട്ടോ എളിയമ്മയുടെ മരുമോൻ ആഷി പുറത്തു പോയേക്കായിരുന്നു. ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വേഗം വന്നതാട്ടോ. അങ്ങനെ ഉമ്മച്ചിയും നെന്നിയൊക്കെ കൂടി മാങ്ങയൊക്കെ പറിച്ചു. ഇനി നമുക്കിതിന്ന് അച്ചാറിടുന്ന വീഡിയോയും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ അങ്ങ് മാങ്ങയും ചെമ്മീനും ചക്കക്കുരു മാങ്ങയൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. അങ്ങനെ കുട്ടികളും ഇതുപോലെ അവിടെ അടിച്ചു പൊളിച്ച് നടന്നു. പറമ്പ് നിറയ്ക്കാനാണെന്നും പറഞ്ഞ് ഓസൊക്കെ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി കനാലിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്താതെ ഇവർ വേഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഒരു മാങ്ങ ഇങ്ങനെ പൊട്ടിച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് പുളിയുള്ളതും ഉപ്പിലിട്ട സാധനങ്ങളോടും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. പക്ഷേ ആ പറിച്ചപ്പോൾ അപ്പം തന്നെ കഴിക്കുന്നത് ഇവർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇവരൊക്കെ കഴിച്ചു. ഇനി നമുക്ക് കനാലിലൊക്കെ പോവാം. ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ മാറി തന്നെ കേട്ടോ നിൽക്കുന്നത് കനാലിൽ പോകാനായിട്ട്. അങ്ങനെ ഇതാട്ടോ ഇവിടുത്തെ കനാൽ. അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഈ ഒരു കനാലുള്ളത്. ശരിക്കും ഭയങ്കര രസമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇറങ്ങാനുള്ള സമയമായപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കനാലിൽ വെള്ളത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് വളരെ ആകാംക്ഷയോടുകൂടി തന്നെയായിട്ട് ഇവിടെ വരാറ്. ചെറുതിലെ ഈ ഒരു കനാലിൽ എന്നെ നീന്തൽ പഠിക്കാനുള്ള പരിശ്രമം ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഒരു തവണ വെള്ളത്തിൽ പോയി എന്നുള്ളൊരു അപകടമായ രീതിയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനും നീന്താനും ഒക്കെ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ കരയിൽ നിന്ന് കാണും, നല്ല പച്ചപ്പും ഭംഗിയായിട്ട് ഇവിടെ വരുമ്പോൾ എന്തോ ഒരു ശാന്തതയും ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ തിരക്കും മാറ്റി വെച്ച് ഞാൻ എല്ലാ തവണയും ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണാം, എല്ലാ വ്ളോഗിലൊക്കെ ഇതൊക്കെ തന്നെയാട്ടോ നമ്മൾ കാണുക.
അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. ആമിക്ക് വർക്ക് അറ്റ് ഹോം ആയിട്ട് വർക്ക് ഉള്ളത്. അപ്പോൾ 4 മണിക്ക് തന്നെ ജോലിക്ക് കയറാനുണ്ട്. ആമിയോട് ഞങ്ങൾ പോകാൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കുട്ടികൾ ഇറങ്ങിയ സന്തോഷത്തിൽ ആമിയും ജോലിക്കേക്ക് കയറാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നല്ല മഴക്കാറുണ്ട്, കാറ്റും മഴ കാറ്റൊക്കെ ആകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിക്കൊക്കെ ഭയങ്കര പേടിയാട്ടോ. അങ്ങനെ കയറാന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കുട്ടികൾ അവിടെയൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. മിക്കവാറും തവണ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ നിൽക്കും, പിറ്റത്തെ ദിവസമൊക്കെ ആയിട്ട് പോവല്. പക്ഷേ ഈ തവണ എനിക്കങ്ങനെ വരാനൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് വൈകിട്ട് തന്നെ ആലുവയ്ക്ക് തിരിച്ചു പോകാനുണ്ട്. മൂവാറ്റുപുഴ ഉപ്പാനെയും ഉമ്മേനെ ഇറക്കിയിട്ട് ആലുവയ്ക്ക് തിരിച്ചു പോകാനുണ്ട് കേട്ടോ. അതുപോലെ നാത്തൂനും കുട്ടികളും വെക്കേഷൻ ആയതുകൊണ്ടും പെരുന്നാളായതുകൊണ്ടും വീട്ടിലാട്ടോ. എന്താണെന്നറിയില്ല, ഇവർ ദിവസത്തിൽ 3 തവണ വിളിക്കും കേട്ടോ. എന്താണ് ഇവർക്ക് ഇതിന് മാത്രം പറയാനിരിക്കണമെന്ന് അറിയില്ല. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ കുണുകുണുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. മഴയൊക്കെ ഒരുവിധം തോർന്നു. അപ്പോൾ മാമിച്ചിക്ക് ഇന്ന് വർക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ വന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് സന്തോഷവും സമാധാനവും ഒരു വല്ലാത്തൊരു ഫീലാട്ടോ ഇവിടെ വരുമ്പോഴും ഇവരെ കാണുമ്പോഴൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇനി വരാമെന്നും നിൽക്കാനായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്.